അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം സാമുവൽ. ദാവീദ് പരസ്യമായി അഭിഷിക്തനായത് എവിടെ വെച്ചാണ്? ഉത്തരം ഹെബ്രോണിൽ. ഹെബ്രോണിൽ ദാവീദ് എത്ര വർഷം ഭരിച്ചു? ഉത്തരം 7 വർഷം. ഹെബ്രോണിന് ശേഷം ദാവീദ് തലസ്ഥാനം എങ്ങോട്ടേക്കാണ് മാറ്റിയത്? ഉത്തരം ജെറുസലേമിലേക്ക്. ദാവീദിന്റെ ആകെ ഭരണകാലം എത്ര വർഷമായിരുന്നു? ഉത്തരം 40 വർഷം. ഐശ്വര്യം കൈവന്നപ്പോൾ കർത്താവിന് എന്ത് പണിയാനാണ് ദാവീദ് ആഗ്രഹിച്ചത്? ഉത്തരം ആലയം. ആലയം പണിയാനുള്ള ദാവീദിന്റെ ആഗ്രഹത്തെ കർത്താവ് വിലക്കിയത് ഏത് പ്രവാചകൻ വഴിയാണ്? ഉത്തരം നാഥാൻ. ഊറിയായുടെ ഭാര്യയായ ആരെയാണ് ദാവീദ് സ്വന്തമാക്കിയത്? ഉത്തരം ബേത്ഷബായെ. ദാവീദിന് ബേത്ഷബായിൽ ജനിച്ച കിരീടാവകാശിയായ പുത്രൻ ആര്? ഉത്തരം സോളമൻ. എൽക്കാന ഏതു വംശത്തിൽപ്പെട്ടവനായിരുന്നു? ഉത്തരം സൂഫ് വംശജൻ. എൽക്കാനയ്ക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു? ഉത്തരം 2. എൽക്കാനയുടെ മക്കളില്ലാതിരുന്ന ഭാര്യ ആരാണ്? ഉത്തരം ഹന്ന. ആരാധനയ്ക്കായി അവർ വർഷം തോറും പോയിരുന്ന പട്ടണം ഏതാണ്? ഉത്തരം ഷീലോ. ഷീലോയിലെ പ്രധാന പുരോഹിതൻ ആരായിരുന്നു? ഉത്തരം ഏലി. വന്ധ്യത നിമിത്തം ഹന്നായെ നിരന്തരം വേദനിപ്പിച്ചിരുന്നത് ആര്? ഉത്തരം പെനീന. താൻ 10 പുത്രന്മാരിലും ഉപരിയല്ലേ എന്ന് ഹന്നായോട് ചോദിച്ചതാര്? ഉത്തരം എൽക്കാന. ദേവാലയത്തിന്റെ വാതിൽപ്പടിക്ക് സമീപം പീഠത്തിൽ ഇരുന്നിരുന്നത് ആര്? ഉത്തരം ഏലി. ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന മകന്റെ ശിരസിൽ എന്ത് സ്പർശിക്കുകയില്ലെന്നാണ് ഹന്ന നേർന്നത്? ഉത്തരം ക്ഷൗരക്കത്തി. ശബ്ദം പുറത്തു വരാതെ അതരം മാത്രം ചലിപ്പിച്ച ഹന്നായെ കണ്ടപ്പോൾ ഏലിക്ക് എന്തു തോന്നി? ഉത്തരം മദ്യപിച്ചിട്ടുണ്ടെന്ന്. താൻ വീഞ്ഞോ ലഹരി പാനീയമോ കഴിച്ചിട്ടില്ലെന്നും എന്താണ് കർത്താവിന്റെ മുമ്പിൽ പകർന്നതെന്നുമാണ് ഹന്ന പറഞ്ഞത്? ഉത്തരം ഹൃദയവികാരങ്ങൾ. എൽക്കാനയുടെയും ഹന്നായുടെയും സ്വദേശം എവിടെയായിരുന്നു? ഉത്തരം റാമ. ഹന്നായ്ക്ക് ജനിച്ച മകന്റെ പേരെന്താണ്? ഉത്തരം സാമുവൽ. കുഞ്ഞിനെ ആലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കാഴ്ചയായി അർപ്പിച്ച മൃഗം ഏതാണ്? ഉത്തരം 3 വയസ്സുള്ള കാളക്കുട്ടി. ഹന്നായുടെ ശിരസ് ഉയർന്നിരിക്കുന്നത് ആരിലാണ്? ഉത്തരം കർത്താവിൽ. ഹന്നായുടെ അധരം ആരെയാണ് പരിഹസിക്കുന്നത്? ഉത്തരം ശത്രുക്കളെ. പ്രവൃത്തികളെ വിലയിരുത്തുന്ന സർവജ്ഞനായ ദൈവം ആരാണ്? ഉത്തരം കർത്താവ്. ഹന്നായുടെ കീർത്തന പ്രകാരം വന്ധ്യ എത്ര പ്രസവിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം 7. ദരിദ്രനെ ധൂളിയിൽ നിന്നും അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. കർത്താവ് തന്റെ വിശ്വസ്തരുടെ എന്തിനെയാണ് കാക്കുന്നത്? ഉത്തരം പാദങ്ങളെ. പുരോഹിതനായ ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്ത ബാലൻ ആരാണ്? ഉത്തരം സാമുവൽ. ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവരായിരുന്നു? ഉത്തരം ദുർമാർഗികൾ. പുരോഹിതന്റെ ഭൃത്യൻ ബലിയർപ്പിച്ച മാംസം പാത്രത്തിൽ നിന്ന് കുത്തിയെടുക്കാൻ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ഉത്തരം മുപ്പല്ലി. ബാലനായ സാമുവൽ ധരിച്ചിരുന്നത് ഏതുതരം വിശേഷ വസ്ത്രമായിരുന്നു? ഉത്തരം ചണനൂൽ കൊണ്ടുള്ളത്. കർത്താവ് കടാക്ഷിച്ചതിനെ തുടർന്ന് ഹന്ന പിന്നീട് എത്ര പുത്രന്മാരെയാണ് പ്രസവിച്ചത്? ഉത്തരം 3. ഹന്ന പിന്നീട് എത്ര പുത്രിമാരെയാണ് പ്രസവിച്ചത്? ഉത്തരം 2. ഏലിയുടെ പുത്രന്മാർ ജനം പറയുന്നത് കേട്ടിട്ടും ആരുടെ വാക്കാണ് അനുസരിക്കാതിരുന്നത്? ഉത്തരം പിതാവിന്റെ. കർത്താവിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന ബാലൻ ആരാണ്? ഉത്തരം സാമുവൽ. ഏലി ദൈവത്തെക്കാൾ കൂടുതൽ ആരെയാണ് ബഹുമാനിച്ചത്? ഉത്തരം മക്കളെ. കർത്താവിനെ ആദരിക്കുന്നവരെ അവിടുന്ന് എന്തു ചെയ്യും? ഉത്തരം ആദരിക്കും. ഒരേ ദിവസം തന്നെ മരണപ്പെടുമെന്ന് പ്രവചിക്കപ്പെട്ട ഏലിയുടെ പുത്രന്മാർ ആരൊക്കെയാണ്? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും.
ഏലിയുടെ കുടുംബത്തിൽ അവശേഷിക്കുന്നവർ ഒരു വെള്ളിക്കാശിനും എന്തിനും വേണ്ടിയാണ് യാചിക്കുക? ഉത്തരം അപ്പത്തിന്. ഏലിയുടെ സാന്നിധ്യത്തിൽ കർത്താവിന് ശുശ്രൂഷ ചെയ്തു പോന്ന ബാലൻ ആരാണ്? ഉത്തരം സാമുവേൽ. അക്കാലത്ത് കർത്താവിന്റെ അരുളപ്പാടുകളും ദർശനങ്ങളും എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം വിരളം. സാമുവേൽ ദേവാലയത്തിൽ കിടന്നിരുന്നത് എന്തിനരികെയായിരുന്നു? ഉത്തരം ദൈവത്തിന്റെ പേടകത്തിന്. രാത്രിയിൽ സാമുവേലിനെ പേരെടുത്ത് വിളിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. കർത്താവ് വിളിച്ചപ്പോൾ ഏലി വിളിച്ചതാണെന്ന് കരുതി സാമുവേൽ എത്ര തവണ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു? ഉത്തരം 3. മൂന്നാമതും ബാലൻ വന്നപ്പോൾ അവനെ വിളിക്കുന്നത് കർത്താവാണെന്ന് മനസ്സിലാക്കിയത് ആര്? ഉത്തരം ഏലി. ഇനി വിളിച്ചാൽ അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന് മറുപടി നൽകാൻ സാമുവേലിനോട് ഉപദേശിച്ചതാര്? ഉത്തരം ഏലി. കർത്താവ് ഇസ്രായേലിൽ ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ ജനങ്ങളുടെ എന്ത് ധരിച്ചു പോകുമെന്നാണ് കർത്താവ് സാമുവേലിനോട് പറഞ്ഞത്? ഉത്തരം ഇരുചെവികൾ. ഏലിയുടെ മക്കൾ ദൈവത്തിനെതിരായി എന്തു പറയുന്നതായാണ് കർത്താവ് ചൂണ്ടിക്കാണിച്ചത്? ഉത്തരം ദൈവദൂഷണം. മക്കളുടെ തെറ്ററിഞ്ഞിട്ടും അവരുടെ തടയാത്തതിനാൽ ഏലിക്ക് ലഭിച്ച ശിക്ഷ എന്താണ്? ഉത്തരം കുടുംബത്തിന്റെ മേൽ എന്നേക്കുമായി ശിക്ഷാവിധി. ഏലി കുടുംബത്തിന്റെ പാപത്തിന് ഒരിക്കലും പരിഹാരമാകാത്തത് എന്തൊക്കെയാണ്? ഉത്തരം ബലികളും കാഴ്ചകളും. നേരം വെളുത്തപ്പോൾ സാമുവേൽ ആലയത്തിന്റെ എന്തു തുറന്നു? ഉത്തരം വാതിലുകൾ. തനിക്കുണ്ടായ ദർശനം സാമുവേൽ ആരോടാണ് പൂർണ്ണമായി വ്യക്തമാക്കിയത്? ഉത്തരം ഏലിയോട്. സാമുവേൽ കർത്താവിന്റെ ആരായി തീർന്നു എന്നാണ് ഇസ്രായേൽ ജനം മുഴുവൻ അറിഞ്ഞത്? ഉത്തരം പ്രവാചകൻ. ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് ഒരുങ്ങുന്ന ശത്രുക്കൾ ആരായിരുന്നു? ഉത്തരം ഫിലിസ്ത്യർ. ഒന്നാം യുദ്ധത്തിൽ എത്ര ഇസ്രായേലരാണ് വധിക്കപ്പെട്ടത്? ഉത്തരം 4000. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി ഷീലോയിൽ നിന്ന് ഇസ്രായേൽ കൊണ്ടുവന്നത് എന്താണ്? ഉത്തരം കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം. പേടകത്തോടൊപ്പം ഷീലോയിൽ നിന്ന് വന്ന ഏലിയുടെ പുത്രന്മാർ ആരൊക്കെയാണ്? ഉത്തരം ഹോഫ്നിയും ഫിനെഹാസും. പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ ജനം ആനന്ദത്തോടെ എന്തു ചെയ്തു? ഉത്തരം ആർത്തു വിളിച്ചു. മരുഭൂമിയിൽ വെച്ച് ഈജിപ്തുകാരെ ബാധകൾ കൊണ്ട് ഞെരുക്കിയത് ആരാണെന്നാണ് ഫിലിസ്തീർ ഭയന്നത്? ഉത്തരം ദേവന്മാർ. രണ്ടാം യുദ്ധത്തിൽ ഇസ്രായേലിലെ എത്ര പടയാളികളാണ് നിലം പതിച്ചത്? ഉത്തരം 30,000. യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തിയ വാർത്താവാഹകൻ ഏതു ഗോത്രജനായിരുന്നു? ഉത്തരം ബെഞ്ചമിൻ. വാർത്താവാഹകൻ എത്തുമ്പോൾ ഏലി എവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു? ഉത്തരം വഴിയിലേക്ക്. മരണസമയത്ത് ഏലിക്ക് എത്ര വയസ്സായിരുന്നു? പ്രായം. ഉത്തരം 98. ഏലി എത്ര വർഷമാണ് ഇസ്രായേലിൽ ന്യായാധിപനായിരുന്നത്? ഉത്തരം 40. ദൈവത്തിന്റെ പേടകം നഷ്ടപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ പീഠത്തിൽ നിന്ന് മറിഞ്ഞു വീണ് ഏലിക്ക് എന്തു പറ്റി? ഉത്തരം കഴുത്തൊടിഞ്ഞു മരിച്ചു. വാർത്ത കേട്ട ഉടനെ പ്രസവവേദന ശക്തിപ്പെട്ട് പ്രസവിച്ചതാര്? ഉത്തരം ഫിനെഹാസിന്റെ ഭാര്യ. മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞു ഫിനെഹാസിന്റെ ഭാര്യ കുഞ്ഞിന് നൽകിയ പേരെന്താണ്? ഉത്തരം ഇക്കാബോദ്. ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ ഇസ്രായേലിൽ നിന്ന് എന്തിട്ടുപോയി എന്നാണ് അവൾ പറഞ്ഞത്? ഉത്തരം മഹത്വം. ഫിലിസ്തർ ദൈവത്തിന്റെ പേടകം എബനേസറിൽ നിന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? ഉത്തരം അഷ്ദോദിലേക്ക്. അഷ്ദോദിൽ ഏത് ദേവന്റെ ക്ഷേത്രത്തിലാണ് പേടകം സ്ഥാപിച്ചത്? ഉത്തരം ദാഗോന്റെ. പിറ്റേന്ന് പ്രഭാതത്തിൽ ദാഗോന്റെ ബിംബം കർത്താവിന്റെ പേടകത്തിന് മുമ്പിൽ എങ്ങനെയാണ് കിടന്നിരുന്നത്? ഉത്തരം നിലത്തു മറിഞ്ഞു കിടന്നു. രണ്ടാം ദിവസം ദാഗോൻ ബിംബത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് അറ്റ് വാതിൽപ്പടിയിൽ കിടന്നത്? ഉത്തരം തലയും കൈകളും. രണ്ടാം ദിവസം തകർന്ന ദാഗോൻ ബിംബത്തിന്റെ ഏതു ഭാഗം മാത്രമാണ് അവശേഷിച്ചത്? ഉത്തരം ഉടൽ. ദാഗോന്റെ പുരോഹിതന്മാരും മറ്റുള്ളവരും ആഷ്ദോദിലുള്ള എന്തിലാണ് ചവിട്ടാത്തത്? ഉത്തരം വാതിൽപ്പടിയിൽ. അഷ്ദോദിലും പരിസരങ്ങളിലുമുള്ളവർക്ക് കർത്താവ് എന്തു വരുത്തിയാണ് കഷ്ടപ്പെടുത്തിയത്? ഉത്തരം കുരുക്കൾ. പേടകം എന്തു ചെയ്യണമെന്ന് ആലോചിക്കാൻ അഷ്ദോദിലെ ജനങ്ങൾ ആരെയാണ് വിളിച്ചുകൂട്ടിയത്? ഉത്തരം ഫിലിസ്തീൻ പ്രഭുക്കന്മാരെ. പ്രഭുക്കന്മാരുടെ നിർദ്ദേശപ്രകാരം പേടകം ആദ്യം എങ്ങോട്ടാണ് മാറ്റിയത്?
ഉത്തരം ഗത്തിലേക്ക്. ഗത്തിൽ പേടകം എത്തിയപ്പോൾ ആബാലവൃദ്ധം ജനങ്ങളെയും കഷ്ടപ്പെടുത്തിയത് എന്താണ്? ഉത്തരം കുരുക്കൾ. ഗത്തിൽ നിന്നും പേടകം പിന്നീട് എങ്ങോട്ടാണ് അയച്ചത്? ഉത്തരം എക്രോണിലേക്ക്. പേടകം എത്തിയപ്പോൾ തങ്ങളെ നശിപ്പിക്കാൻ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടിയത് ആര്? ഉത്തരം തദ്ദേശവാസികൾ. പേടകം വന്നപ്പോൾ നഗരത്തെ മുഴുവൻ ബാധിച്ചത് എന്തായിരുന്നു? ഉത്തരം സംഭ്രാന്തി. മരിക്കാതെ അവശേഷിച്ച എക്രോൺ വാസികളെയും എന്തുതന്നെയാണ് ബാധിച്ചത്? ഉത്തരം കുരുക്കൾ. കഠിനമായ ശിക്ഷ മൂലം നഗരവാസികളുടെ നിലവിളി എങ്ങോട്ടാണ് ഉയർന്നത്? ഉത്തരം ആകാശത്തിലേക്ക്. കർത്താവിന്റെ പേടകം എത്ര മാസമാണ് ഫിലിസ്ത്യരുടെ നാട്ടിൽ ഇരുന്നത്? ഉത്തരം 7 മാസം. പേടകം തിരികെ അയക്കുമ്പോൾ വെറും കൈയോടെ വിടാതെ എന്തിനുള്ള വസ്തുക്കളാണ് കൊടുത്തയക്കേണ്ടത്? ഉത്തരം പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ. പ്രഭുക്കന്മാരുടെ എണ്ണം അനുസരിച്ച് എത്ര വീതം സ്വർണം കുരുക്കളും എലികളുമാണ് അവർ ഉണ്ടാക്കിയത്? ഉത്തരം 5. പേടകം കൊണ്ടുപോകാനായി ഫിലിസ്ത്യർ എങ്ങനെയുള്ള ഒരു വണ്ടിയാണ് നിർമ്മിച്ചത്? ഉത്തരം പുതിയ വണ്ടി. വണ്ടി വലിക്കാനായി ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത ഏത് മൃഗങ്ങളെയാണ് അവർ കെട്ടിയത്? ഉത്തരം 2 കറവ പശുക്കളെ. പശുക്കൾ ഇടം വലം നോക്കാതെ നേരെ പോയത് ഫിലിസ്ത്യരുടെ ഏത് അതിർത്തിയിലേക്കാണ്? ഉത്തരം ബെത്ഷമേഷ്. പേടകം വരുമ്പോൾ ബെത്ഷമേഷിലെ ജനങ്ങൾ വയലിൽ എന്താണ് കൊയ്തുകൊണ്ടിരുന്നത്? ഉത്തരം ഗോതമ്പ്. പശുക്കൾ വലിച്ച വണ്ടി ചെന്ന് നിന്നത് ആരുടെ വയലിലാണ്? ഉത്തരം ബെത്ഷമേഷുകാരനായ ജോഷുവയുടെ. വണ്ടി നിന്ന സ്ഥലത്ത് പ്രതീകമായി വലിയ എന്തുണ്ടായിരുന്നു? ഉത്തരം കല്ല്. വണ്ടിയുടെ മരം വെട്ടിക്കീറി പശുക്കളെ അവർ കർത്താവിന് ഏതു ബലിയായി സമർപ്പിച്ചു? ഉത്തരം ദഹന ബലിയായി. കർത്താവിന്റെ പേടകവും സ്വർണ്ണയുരുപ്പടികളും താഴെ ഇറക്കി കല്ലിന്മേൽ വെച്ചത് ആരാണ്? ഉത്തരം ലേവ്യർ. കാഴ്ചകൾ കണ്ടതിനു ശേഷം അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങിപ്പോയ ഫിലിസ്തീയ പ്രഭുക്കന്മാർ എത്ര പേരാണ്? ഉത്തരം 5. കർത്താവിന്റെ പേടകത്തിലേക്ക് എത്തി നോക്കിയത് മൂലം എത്ര ബേത്ഷമേഷുകാരാണ് വധിക്കപ്പെട്ടത്? ഉത്തരം 70. പേടകം വന്ന് ഏറ്റെടുത്തുകൊള്ളാൻ പറഞ്ഞ് അവർ ഏതു നാട്ടിലെ ജനങ്ങളുടെ അടുത്തേക്കാണ് ദൂതന്മാരെ അയച്ചത്? ഉത്തരം കിരിയാത്ത് യാറീമിലെ. പേടകം എത്തിച്ച ഭവനം ആരുടേതായിരുന്നു? ഉത്തരം അബിനാദാവിന്റെ. പേടകം സൂക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട പുത്രൻ ആരാണ്? ഉത്തരം എലയാസാർ. പേടകം അവിടെ എത്ര വർഷം ഇരുന്നു? ഉത്തരം 20. ബഹിഷ്കരിക്കാൻ ആവശ്യപ്പെട്ട പ്രധാന ദേവതകൾ ആരുടേതായിരുന്നു? ഉത്തരം അസ്താർത്തെ ദേവതകളെ. സാമുവൽ ഇസ്രായേൽ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയ സ്ഥലം ഏതാണ്? ഉത്തരം മിസ്പായിൽ. കർത്താവിന്റെ സന്നിധിയിൽ പകർന്നു നൽകിയത് എന്താണ്? ഉത്തരം വെള്ളം. മിസ്പായിൽ വെച്ച് ജനങ്ങൾ പകൽ മുഴുവൻ എന്തു ചെയ്തു? ഉത്തരം ഉപവസിച്ചു. ഇസ്രായേലരെ ആക്രമിക്കാൻ പുറപ്പെട്ട ശത്രുക്കൾ ആര്? ഉത്തരം ഫിലിസ്തീയ പ്രഭുക്കന്മാർ. ഫിലിസ്ത്യരെ പേടിച്ച് സാമുവലിനോട് അപേക്ഷിച്ചത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. ദഹനബലിയായി അർപ്പിച്ച മൃഗം ഏതാണ്? ഉത്തരം ആട്ടിൻകുട്ടിയെ. ഫിലിസ്ത്യരെ ഓടിക്കാൻ കർത്താവ് മുഴക്കിയത് എന്ത്? ഉത്തരം ഇടിനാദം. സാമുവൽ സ്ഥാപിച്ച കല്ലിന് നൽകിയ പേരെന്ത്? ഉത്തരം എബനേസർ. ഫിലിസ്ത്യർക്ക് ശേഷം ഇസ്രായേലരുമായി സമാധാനത്തിലായതാര്? ഉത്തരം അമോര്യർ. നീതിപാലനം നടത്തിയിരുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ബേഥേൽ, ഗിൽഗാൽ, മിസ്പ. സാമുവലിന്റെ ഭവനം എവിടെയായിരുന്നു? ഉത്തരം റാമായിൽ.